നമസ്കാരം. തിരക്കേറിയ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിക്കുമ്പോൾ യാത്രയയപ്പ് നൽകി പടിയിറക്കി വിടുന്ന പതിവ് കാഴ്ചകൾക്കുമപ്പുറം സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പോലീസ് നായയും. ഇത് 11 വർഷം നീണ്ട രക്തബന്ധത്തേക്കാൾ വലിയൊരു ബന്ധത്തിന്റെ കഥയാണ്. ഇടുക്കിയിലെ മലമടക്കുകളിൽ ലഹരിവേട്ടയ്ക്കിറങ്ങിയ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് മോഹനും അദ്ദേഹത്തിന്റെ നിഴൽ പോലെ കൂടെ നടന്ന ബ്രൂസ് എന്ന നായയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ. ബ്രൂസ് കേവലം ഒരു പോലീസ് നായയല്ല, കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗ് എന്ന ചരിത്രപരമായ പദവി അലങ്കരിക്കുന്നവളാണ് ബ്രൂസ് എന്ന നീലി. 2015 ഏപ്രിലിൽ വെറും 3 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ലാബ് ഇനത്തിൽപ്പെട്ട ബ്രൂസ് ശ്വാനസേനയുടെ ഭാഗമാകുന്നത്. പിന്നീട് ലഹരിമരുന്ന് കണ്ടുപിടിക്കാനുള്ള പരിശീലനവും ബ്രൂസിന് നൽകി. ശേഷം സിനിമാ കഥകളെ വെല്ലുന്നതായിരുന്നു കട്ടപ്പനയിലെയും കുമളിയിലെയും രഞ്ജിത്തും ബ്രൂസും അടങ്ങുന്ന സംഘത്തിന്റെ ലഹരിവേട്ടകൾ. എന്നാൽ പോലീസ് സേനയിൽ നിന്നും ബ്രൂസിന്റെ വിരമിക്കൽ തീയതി അറിയിച്ചുകൊണ്ടുള്ള കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ രഞ്ജിത്തിന്റെ ഉള്ളൊന്നു പിടഞ്ഞു. സേനയിലെ നിയമപ്രകാരം വിരമിക്കുന്ന നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുകയാണ് പതിവ്. 11 വർഷം തന്റെ നിശ്വാസം പോലെ കൂടെ നടന്നവളെ പ്രായമായ കാലത്ത് ഒരഗതിയെപ്പോലെ ഷെൽട്ടർ ഹോമിലേക്ക് അയക്കാൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സനുവദിച്ചില്ല. സർവീസിൽ നിന്ന് വിരമിച്ചാൽ ഇവളെ എങ്ങോട്ട് മാറ്റും എന്ന ചോദ്യത്തിന് രഞ്ജിത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: വേറെങ്ങോട്ടുമില്ല, തനിക്കൊപ്പം തന്റെ വീട്ടിലേക്ക്. പിന്നെ നടന്നത് സ്നേഹം കൊണ്ടുള്ള പോരാട്ടമായിരുന്നു. ഒടുവിൽ അധികൃതർ അനുമതി നൽകി. ഇടുക്കി AR ക്യാമ്പിൽ വെച്ച് നടന്ന വിരമിക്കൽ ചടങ്ങിന് ശേഷം ബ്രൂസ് രഞ്ജിത്ത് മോഹന്റെ തൊടുപുഴയിലെ വീട്ടിലേക്ക് യാത്രയായി. രഞ്ജിത്തിന്റെ സ്നേഹത്തണലിൽ അവൾക്കിനി വിശ്രമകാലം. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധത്തിന് ഭാഷയോ അതിർവരമ്പുകളോ ഇല്ലെന്ന് തെളിയിക്കുകയാണ് രഞ്ജിത്ത്. ഈ നല്ല മനസ്സിന് ഒരു സല്യൂട്ട്. വിധിയുടെ മുന്നിൽ തളരാത്ത സർഗശേഷിയുമായി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശി സുരേഷ് കാനായി. ചലനശേഷി നഷ്ടപ്പെടുന്ന മസ്കുലാർ ഡിസ്ട്രോഫി ചെറുപ്രായത്തിൽ തന്നെ ബാധിച്ച സുരേഷ് കിടപ്പിലായ അവസ്ഥയിലും തന്റെ കാവ്യാക്ഷരങ്ങൾ കൊണ്ട് സമൂഹത്തിന് പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ്. കിടപ്പിലായ അവസ്ഥയിലും മൊബൈലിൽ ഗാനങ്ങൾ എഴുതി വിസ്മയിപ്പിക്കുകയാണ് ഈ 55-കാരൻ. സുരേഷ് എഴുതുന്ന കവിതകളും നാടൻ പാട്ടുകളും കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളുമെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. തന്റെ സഹോദരിയുടെ പരിചരണത്തിൽ കഴിയുന്ന ഇദ്ദേഹത്തിന് വിനോദത്തിനും വിജ്ഞാനത്തിനും കൂട്ടായി റേഡിയോയും മൊബൈൽ ഫോണും മാത്രം. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലും തന്റെ സർഗശേഷിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഫോണിൽ എഴുതി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഗാനങ്ങളാണ് വെളിച്ചം കാണുന്നത്. സർഗാത്മകത പിറവിയെടുക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. അതിനെ തടഞ്ഞു നിർത്താൻ വിധിവിലക്കുകൾക്കാവില്ല എന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഈ മനുഷ്യൻ. നല്ല വാർത്തയോട് തന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് സുരേഷ് കാനായി. നമസ്കാരം, ഞാൻ സുരേഷ്. വളരെ ചെറിയ പ്രായത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസുഖം ബാധിച്ച് കിടപ്പിലായിട്ട്. അസുഖം ബാധിച്ചതിനാൽ സ്കൂൾ പഠനം നടന്നിരുന്നില്ല. അതിനാൽ അക്ഷരം വായിക്കാനോ എഴുതാനോ സാധിച്ചിരുന്നില്ല. കുറച്ച് പ്രായം ചെന്നതിന് ശേഷമാണ് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ആദ്യം വായിക്കാൻ തുടങ്ങി, പിന്നീട് ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി. പിന്നീട് ഇപ്പോൾ പാട്ട്, കവിത, കച്ചേരിയിൽ പാടുന്ന കൃതികളടക്കം എഴുതി അത് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. മൂകാംബികയിലും ഗുരുവായൂരും എല്ലാം കച്ചേരിയിൽ ഞാൻ എഴുതിയത് പാടിയിട്ടുണ്ട്. സുഹൃത്തുക്കളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടി. വളരെ സന്തോഷമാണ് അങ്ങനെ കിട്ടിയതിൽ. ഇങ്ങനെ എഴുതാൻ എന്നെ തോന്നിപ്പിച്ചത് ആകാശവാണി തന്നെയാണ്. ആകാശവാണിയിലൂടെ കേട്ട പാട്ടുകളും കവിതകളുമാണ് എനിക്ക് ഇതിന് പ്രചോദനമായത്. ജീവിതശൈലി രോഗങ്ങൾക്ക് പിടികൊടുക്കാതെ പ്രായവും ഊർജവും കരുത്താക്കി മാറ്റി 102 വയസ്സുള്ള കണ്ണൂർ സ്വദേശി സുകുമാരൻ മാസ്റ്റർ. വാർദ്ധക്യത്തെ അകലെ നിർത്തി ചെറുപ്പത്തിന്റെ കരുത്തുള്ള മനസ്സുമായി ജീവിക്കുന്ന മാഷിന് പ്രായം വെറും നമ്പറാണ്. ആരോഗ്യ പരിപാലനം ജീവിതത്തിന്റെ ഭാഗമായ ദിനചര്യയാക്കി മാറ്റി ആരോഗ്യകാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. 8 പതിറ്റാണ്ടിനിടെ ആകെ 4 തവണ മാത്രമാണ് പനി വന്നത്. ഭക്ഷണ ക്രമീകരണം, വ്യായാമം, ചിട്ടയായ ജീവിതശൈലി എന്നിവയിലൂടെ
രോഗങ്ങളെ അകറ്റി നിർത്താനാവും എന്ന അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് ഉദാഹരണമാണിത്. കണക്ക് അധ്യാപകനായിരുന്ന ഇദ്ദേഹം ഏറെക്കാലം വിദേശത്ത് ജോലി ചെയ്തു. അപ്പോഴും ജീവിത ചിട്ടകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം മനസ്സിന് സന്തോഷം നൽകാൻ വിവിധ സംഗീതോപകരണങ്ങൾ വായിക്കാനും മാഷ് സമയം കണ്ടെത്താറുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ജീവിതശൈലീ രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് അകാല വാർദ്ധക്യത്തിൽ എത്തിപ്പെടുന്നവരെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ജീവിതത്തെ തിരികെ പിടിക്കുവാനുള്ള ഊർജം പകരുകയും സ്വന്തം ജീവിതം കൊണ്ട് മാതൃകയാവുകയുമാണ് സുകുമാരൻ മാസ്റ്റർ. ചെടികളോടും പൂക്കളോടുമുള്ള സ്നേഹവും പ്രകൃതി സംരക്ഷണം, അന്തരീക്ഷ മലിനീകരണം തടയൽ, പുതുതലമുറയെ ബോധവൽക്കരിക്കുക എന്നീ താൽപര്യങ്ങൾ മുൻനിർത്തി നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്നേഹമരം, ഓർമ്മമരം എന്നീ പേരുകളിൽ 100,000-ൽ പരം ചെടികൾ നട്ടു സംരക്ഷിച്ച് പ്ലാന്റ്സ് അവർ പാഷൻ കൂട്ടായ്മ 2017 കോഴിക്കോട് താമരശ്ശേരി കേന്ദ്രീകരിച്ചു തുടങ്ങിയ സംരംഭമാണിത്. ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും വീടുകളിലും കൃഷിയിടങ്ങളിലുമായി നൽകിയ ഫലവൃക്ഷ തൈകളും ഔഷധ സസ്യങ്ങളും തണൽ മരങ്ങളും മറ്റ് അലങ്കാര ചെടികളുമാണ് 8 വർഷക്കാലം കൊണ്ട് 100,000-ൽ പരം ജീവനുള്ള ചെടികളായി വളർന്നിരിക്കുന്നത്. ചെടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ചെടികൾക്കും രക്ഷിതാക്കളുണ്ട്. ചെടികളുമായി ബന്ധപ്പെട്ട രക്ഷാകർത്താക്കൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പിന്തുണയും കൂട്ടായ്മ സമയബന്ധിതമായി നൽകി വരുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ NSS, നേച്ചർ ക്ലബ് തുടങ്ങിയവയുടെ സന്നദ്ധ പ്രവർത്തകരിലൂടെയും താൽപര്യമുള്ള അധ്യാപകരിലൂടെയുമാണ് പരിചരണം ഉറപ്പുവരുത്തുന്നത്. AI സാങ്കേതിക വിദ്യകളും ഹൈടെക് ബയോഡൈവേഴ്സിറ്റി പാർക്കുകളും ഓട്ടോമേറ്റഡ് ഇറിഗേഷൻ സംവിധാനങ്ങളുമെല്ലാം യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട്. ചെടികൾ വളരാൻ അനുകൂലമായ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പദ്ധതി നടപ്പാക്കുന്നുള്ളൂ എന്നതും ശ്രദ്ധേയമാണ്. പ്രകൃതിയും മനുഷ്യനും വെവ്വേറെയല്ലെന്നും സ്നേഹവും പരിചരണവും ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ് എന്നുമുള്ള തിരിച്ചറിവാണ് പ്ലാന്റ്സ് അവർ പാഷൻ നമുക്ക് നൽകുന്നത്. പ്ലാന്റ്സ് അവർ പാഷന്റെ സഹസ്ഥാപകനായ അബ്ദുൾ റഷീദിന്റെ വാക്കുകളിലേക്ക്. പ്ലാന്റ്സ് അവർ പാഷൻ ഒരു പരിസ്ഥിതി പ്രസ്ഥാനം. 102,000 ചെടികൾ നട്ട് പരിപാലിച്ചു വരുന്നു. 2024 ലോകത്തിന് സമർപ്പിച്ചു. പിന്നീട് ലോകവ്യാപകമായി 155 അരയാൽ മരങ്ങൾ നട്ടുപിടിച്ച് സംരക്ഷിച്ചു വരുന്നു. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇനീഷ്യേറ്റീവ് എന്നീ സംഘടനകളുമായി സഹകരിച്ച് ഈ വർഷം 1000 കാട്ടുചെമ്പകങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ലക്ഷ്യം. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിലും തന്റെ സ്വപ്നം മുറുകെ പിടിച്ച ഒരു ചെറുപ്പക്കാരന്റെ വിജയകഥയാണ് നല്ല വാർത്തയിൽ ഇനി. 350 ഏക്കറിലേറെ വിസ്തൃതിയുള്ള തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ സ്വന്തം ഓട്ടോറിക്ഷയോടിച്ച് തന്റെ പഠന ചിലവും ഉപജീവനവും കണ്ടെത്തിയിരുന്ന അബ്ദുൾ കഹാർ എന്ന വിദ്യാർത്ഥി JRF നേടിയിരിക്കുന്നു. ഈ വിജയത്തിന് വിയർപ്പിന്റെ തിളക്കവും അധ്വാനത്തിന്റെ മധുരവുമുണ്ട്. ഇടവേളകളിലും വൈകുന്നേരങ്ങളിലുമാണ് കഹാർ ക്യാമ്പസിൽ ഓട്ടോ ഓടിച്ചിരുന്നത്. കോളേജ് ക്യാന്റീനിലേക്ക് സാധനങ്ങൾ എടുക്കാനും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കൊണ്ടുപോകാനും ഇങ്ങനെ നീളുന്നു ക്യാമ്പസ് എന്ന് പേരിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ ഓട്ടം. 2020 കോവിഡ് കാലത്ത് പഠനം മുടങ്ങി കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്ന കല്ലറ പാങ്ങോട് സ്വദേശിയായ കഹാർ സ്വപ്നങ്ങൾ പൊടിതട്ടിയെടുത്ത് പഠനം തുടരാൻ വീണ്ടും കോളേജിലെത്തിയപ്പോൾ തന്റെ ഓട്ടോയും കൂടെ കൂട്ടുകയായിരുന്നു. ഏതെങ്കിലും കേന്ദ്ര സർവകലാശാലയിൽ ചേരുകയാണ് ഇപ്പോൾ കഹാറിന്റെ ലക്ഷ്യം. അധ്വാനിക്കാനുള്ള മനസ്സും പഠിക്കാനുള്ള ആർജവവുമുള്ള ഈ ചെറുപ്പക്കാരന് ഭാവുകങ്ങൾ നേരുന്നു. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavaartha@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഞ്ജു പ്രഭ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.